Hi everyone, welcome to the next lecture. So in the last class we have discussed about rectifiers and filter circuits, and now we are moving on to the next topic, voltage regulator. Voltage regulator using Zener diode. അപ്പോൾ നമ്മൾ ഇന്ന് കവർ ചെയ്യാൻ പോകുന്ന ടോപ്പിക്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ Zener diode എന്താണ്, Zener diode ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്, Zener വോൾട്ടേജ് റെഗുലേറ്റർ എങ്ങനെയാണ് ഡിസൈൻ ചെയ്യുന്നത്, അതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ്, അതുപോലെ തന്നെ വോൾട്ടേജ് റെഗുലേറ്റർ ICs 7805 ആൻഡ് 7905 ഇതാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സോ ആദ്യം Zener diode എന്താണെന്ന് നോക്കാം. Zener diode is a special kind of diode which permits current to flow in the forward direction as normal. The current also flows in the reverse direction when the voltage is above a certain value. The breakdown voltage known as Zener voltage. അതായത് Zener diode ഒരു സ്പെഷ്യൽ PN junction diode ആണ്. It is manufactured with high doping. അതായത് ഡോപ്പിംഗ് കൂട്ടിയിട്ട് നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്ന ഒരു സ്പെഷ്യൽ PN ജംഗ്ഷൻ ഡയോഡാണ് Zener ഡയോഡ്. ഈ Zener ഡയോഡിന്റെ പ്രോപ്പർട്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമലി ഒരു ഡയോഡ് ഫോർവേഡ് ബയാസിൽ മാത്രമേ കണ്ടക്ട് ചെയ്യുകയുള്ളൂ. Zener ഡയോഡിന്റെ പ്രോപ്പർട്ടി എന്താണെന്ന് വെച്ചാൽ റിവേഴ്സ് ഡയറക്ഷനിലും അത് കണ്ടക്ട് ചെയ്യുന്നു. എപ്പോഴാണെന്ന് ചോദിച്ചാൽ ആഫ്റ്റർ എ സർട്ടൻ വോൾട്ടേജ്, ഒരു വോൾട്ടേജ് എത്തിയതിന് ശേഷം അത് കണ്ടക്ട് ചെയ്യുന്നു റിവേഴ്സ് ഡയറക്ഷനിൽ. ഏതാണ് ആ വോൾട്ടേജ് എന്ന് ചോദിച്ചാൽ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് എത്തിയതിന് ശേഷം Zener ഡയോഡ് റിവേഴ്സ് ബയാസിൽ കണ്ടക്ട് ചെയ്യുന്നു. ഇതാണ് Zener ഡയോഡിന്റെ സർക്യൂട്ട് സിമ്പൽ. നോർമലി നമുക്കറിയാം ഒരു PN ജംഗ്ഷൻ ഡയോഡിന്റെ സിമ്പൽ എന്താണ്, ഒരു ആരോ ആണ്. അതിന് ഈ എൻഡ് ആനോഡും ഈ ലൈൻ പോയിന്റ് ചെയ്യുന്നത് കാഥോഡുമാണ്. Zener ഡയോഡ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ ഇസഡിന്റെ ഒരു സിമ്പൽ പോലെ ഈ കാഥോഡിലുണ്ട്. ഇതാണ് Zener ഡയോഡിന്റെ സിമ്പല്, ആനോഡും കാഥോഡും. അപ്പൊ നമുക്ക് ഇങ്ങനെയാണ് Zener ഡയോഡ് കാണാനായിട്ട്. നമുക്ക് പ്രാക്ടിക്കലി ലാബിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ Zener ഡയോഡ് ക്യാരയൊക്കെ പ്ലോട്ട് ചെയ്യാനായിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ Zener ഡയോഡിന്റെ കാഥോഡ് ഐഡന്റിഫൈ ചെയ്യുന്നത് ഈ ബ്ലാക്ക് റിങ് വെച്ചിട്ടാണ്. ഇത് ആനോഡും ഇത് കാഥോഡുമാണ്. അപ്പൊ ഇതാണ് അതിന്റെ സിമ്പല്. അപ്പൊ അതിന്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നോർമൽ ഫോർവേഡ് ബയാസിൽ ഒരു നോർമൽ PN ജംഗ്ഷൻ ഡയോഡ് എങ്ങനെ ഫംഗ്ഷൻ ചെയ്യുന്നു അതുപോലെ തന്നെ Zener ഡയോഡും വർക്ക് ചെയ്യും. സോ Zener ഡയോഡ് നമുക്ക് ഫോർവേഡ് ബയാസിൽ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അത് ഇറ്റ് വർക്ക്സ് സെയിം ലൈക്ക് എ PN ജംഗ്ഷൻ ഡയോഡ്. ഇനി റിവേഴ്സ് ബയാസിൽ ഇതിന്റെ പ്രോപ്പർട്ടി എന്താണെന്ന് വെച്ചാൽ ഇത് റിവേഴ്സ് ബയാസ്ഡ് ആണ്. എന്തുകൊണ്ടാണ് നോക്കുക, കാഥോഡ് പോസിറ്റീവ് പൊളാരിറ്റിയിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നു, ആനോഡ് നെഗറ്റീവ് പൊളാരിറ്റിയിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നു. കാഥോഡ് വോൾട്ടേജ് ഇസ് ഗ്രേറ്റർ ദാൻ ദി ആനോഡ് വോൾട്ടേജ്. സോ ദിസ് ഡയോഡ് വിൽ ബി ഇൻ റിവേഴ്സ് ബയാസ്. റിവേഴ്സ് ബയാസിൽ ഇത് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ ഈ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. റിവേഴ്സ് ബയാസിൽ നോക്കുക, വോൾട്ടേജ് ഇൻക്രീസ് ചെയ്ത് കൊടുക്കുന്നതിനനുസരിച്ച് കറണ്ട് വളരെ ലോ വാല്യൂ ആണ്. അതായത് ഈ കാണിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി നമുക്ക് വേണമെങ്കിൽ ഇത് 0 എന്ന് പറയാം. ഇതൊരു ലീക്കേജ് കറണ്ട് ആണ്, റിവേഴ്സ് ലീക്കേജ് കറണ്ട്. സോ ഇത് ഇത്രയും വരെയുള്ള ക്യാരക്ടറിസ്റ്റിക്സ്, അതായത് ഈ പോയിന്റ് തൊട്ട് ഇവിടം വരെയുള്ള ഫോർവേഡ് ക്യാര എടുത്താൽ ഒരു നോർമൽ ഡയോഡിന്റെ ക്യാര തന്നെയാണ് Zener ഡയോഡിന്റെ ക്യാരക്ടറിസ്റ്റിക്സും. നോക്കുക, ഫോർവേഡ് ബയാസിൽ PN ജംഗ്ഷൻ ഡയോഡ് കണ്ടക്ട് ചെയ്യും, കറണ്ട് ഫ്ലോ ചെയ്യുന്നു. ഇതാണ് ഇതിന്റെ കട്ടിൻ വോൾട്ടേജ് 0.3 to 0.7. ഞാൻ പറഞ്ഞായിരുന്നു സിലിക്കണും ജെർമേനിയം ആണെങ്കിൽ, സിലിക്കൺ ആണെങ്കിൽ 0.7 വോൾട്ടും ജെർമേനിയം ആണെങ്കിൽ 0.3 വോൾട്ടും. കട്ടിൻ വോൾട്ടേജ് കഴിഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് ഫ്ലോ ചെയ്യുന്നു വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ഫോർവേഡ് ബയാസിൽ. റിവേഴ്സ് ബയാസിലാണെങ്കിൽ കറണ്ട് ഫ്ലോ ഇല്ല അപ് ടു എ വോൾട്ടേജ് VZ. Zener വോൾട്ടേജ് എത്തുന്നത് വരെ റിവേഴ്സ് ബയാസിൽ കണ്ടക്ഷൻ ഇല്ല. ബട്ട് after reaching this Zener voltage, current starts to flow immediately. അതായത് ഒരു ഡ്രാസ്റ്റിക് ആയിട്ട് കറണ്ട് ഫ്ലോ ഉണ്ടാവുന്നു ഈ ഡിവൈസിൽ. ആ പർട്ടിക്കുലർ വോൾട്ടേജിനെ നമ്മൾ Zener വോൾട്ടേജ് അല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് എന്നാണ് പറയുന്നത്. അപ്പൊ ഈ റീജിയനെയാണ് നമ്മൾ Zener റീജിയൻ എന്ന് പറയുന്നത്.
കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ ഈ ക്യാരക്ടറിസ്റ്റിക്സിനെ നമുക്ക് 3 ഡിഫറെന്റ് പാർട്സ് ആയിട്ട് തിരിക്കാം. ഇത് ഫോർവേഡ് ബയാസ് റീജിയൻ. ഈ ഫോർവേഡ് ബയാസ് റീജിയൻ നമ്മൾ റെക്ടിഫിക്കേഷന് വേണ്ടി യൂസ് ചെയ്യുന്നു. എന്തുകൊണ്ടാണ്? അത് ഒരു നോർമൽ ഡയോഡായിട്ട് വർക്ക് ചെയ്യുന്നു. ഇനി റിവേഴ്സ് ബയാസിൽ കറണ്ട് ഫ്ലോ ഇല്ല. ഈ റെഡ് ലൈൻ കാണിച്ചിരിക്കുന്നത് നമ്മൾ നെഗറ്റീവ് ഡയറക്ഷനിൽ വോൾട്ടേജ് കൂട്ടി കൊടുക്കുമ്പോൾ കറണ്ട് 0 ആണ്. ഇനി ഈ യെല്ലോ ലൈൻ നോക്കുക. ഇവിടുന്ന് VZ അല്ലെങ്കിൽ ഈ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് എത്തിക്കഴിയുമ്പോൾ കറണ്ട് പെട്ടെന്ന് കൂടുന്നു ഈ ഡിവൈസിൽ. ഈ പർട്ടിക്കുലർ റീജിയൻ ആണ് നമ്മൾ വോൾട്ടേജ് റെഗുലേഷന് വേണ്ടി യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ വോൾട്ടേജ് റെഗുലേറ്റർ സർക്യൂട്ട്സിൽ യൂസ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈവൻ വെൻ ദ കറണ്ട് ഇസ് ഇൻക്രീസിങ് ദ വോൾട്ടേജ് അക്രോസ് ദ ഡിവൈസ് ഇസ് കോൺസ്റ്റന്റ്. വോൾട്ടേജ് കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്നു. അതുകൊണ്ട് നമ്മൾ വോൾട്ടേജ് റെഗുലേറ്റർ സർക്യൂട്ട്സിൽ സെനർ ഡയോഡ് യൂസ് ചെയ്യുന്നുണ്ട്. ഇതിന്റെ ഒരു ഇമ്പോർട്ടന്റ് ആപ്ലിക്കേഷൻ വോൾട്ടേജ് റെഗുലേറ്റർ സർക്യൂട്ടിലാണ്. അപ്പോൾ നമുക്ക് വോൾട്ടേജ് റെഗുലേറ്റർ സർക്യൂട്ട് നോക്കാം. ഇതിന്റെ പേര് വോൾട്ടേജ് റെഗുലേറ്റർ. അത് തന്നെ സെനർ ഡയോഡ് യൂസ് ചെയ്തിട്ടാണ്. അതുകൊണ്ട് നമുക്ക് ഇതിനെ സെനർ ഷണ്ട് വോൾട്ടേജ് റെഗുലേറ്റർ എന്ന് വിളിക്കാം. ഓക്കെ, സെനർ ഷണ്ട്. സെനർ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? സെനർ ഡയോഡ് യൂസ് ചെയ്യുന്നുണ്ട്. ഷണ്ട് വോൾട്ടേജ് റെഗുലേറ്റർ. സെനർ ഡയോഡ് ലോഡിന് പാരലൽ ആയിട്ടാണ് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് സെനർ ഷണ്ട് വോൾട്ടേജ് റെഗുലേറ്റർ ആണ്. സോ വാട്ട് ഈസ് എ വോൾട്ടേജ് റെഗുലേറ്റർ? നമ്മൾ വോൾട്ടേജ് റെഗുലേറ്ററിൽ യൂസ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. വാട്ട് ഈസ് എ വോൾട്ടേജ് റെഗുലേറ്റർ? Voltage regulator is a circuit in which the output DC voltage, ഇവിടെ നമുക്ക് കിട്ടുന്ന output DC voltage remains constant. അത് കോൺസ്റ്റന്റ് ആയിട്ട് നിലനിർത്തുന്നു. എപ്പോഴൊക്കെയാണ്? Irrespective of changes in input. ഇൻപുട്ടിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിലും ഔട്ട്പുട്ട് കോൺസ്റ്റന്റ് ആയിട്ട് നിലനിർത്തുന്നു. Irrespective of change in load. ലോഡിൽ എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടെങ്കിലും ഇവിടെ ഔട്ട്പുട്ട് നിലനിർത്തുന്നു. ടെമ്പറേച്ചർ വേരിയേഷൻ ഉണ്ടെങ്കിലും ഈ ഔട്ട്പുട്ട് കോൺസ്റ്റന്റ് ആയിട്ട് നിലനിർത്തുന്നു. ആ ഒരു പർട്ടിക്കുലർ സർക്യൂട്ടിനെയാണ് വോൾട്ടേജ് റെഗുലേറ്റർ എന്ന് പറയുന്നത്. എ വോൾട്ടേജ് റെഗുലേറ്റർ ഈസ് എ സർക്യൂട്ട് ഇൻ വിച്ച് ദ ഔട്ട്പുട്ട് DC വോൾട്ടേജ് റിമെയിൻസ് കോൺസ്റ്റന്റ് ഇറസ്പെക്റ്റീവ് ഓഫ് വേരിയേഷൻസ് ഇൻ ഇൻപുട്ട് വോൾട്ടേജ്, ലോഡ് കറണ്ട് ആൻഡ് ടെമ്പറേച്ചർ. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു സർക്യൂട്ട് നമ്മൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് സെനർ ഡയോഡ്. ആ സെനർ ഡയോഡിന്റെ ബ്രേക്ക് ഡൗൺ റീജിയൻ, അതായത് ബ്രേക്ക് ഡൗണിൽ നമുക്ക് ഈ ഡിവൈസിൽ കൂടി കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്, പക്ഷെ വെരി ഹൈ കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്. ബട്ട് വോൾട്ടേജ് റിമെയിൻസ് കോൺസ്റ്റന്റ് ഇൻ ദ ബ്രേക്ക് ഡൗൺ റീജിയൻ. ഈ പ്രോപ്പർട്ടി യൂസ് ചെയ്ത് നമ്മൾ ഈ സർക്യൂട്ടിൽ വോൾട്ടേജ് റെഗുലേഷന് യൂസ് ചെയ്യുന്നു. ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പം ഇവിടെ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിൽ നമുക്ക് വരുന്ന അൺറെഗുലേറ്റഡ് ഇൻപുട്ട് വോൾട്ടേജ്, അത് കൂടുകയോ കുറയുകയോ ചെയ്യാം ഇൻപുട്ട് വോൾട്ടേജ്. ബട്ട് ഔട്ട്പുട്ട് ഷുഡ് ബി കോൺസ്റ്റന്റ്. നമുക്കൊരു പ്യുവർ DC കിട്ടണം ഔട്ട്പുട്ടിൽ. അപ്പൊ ഇവിടെ ഈ സർക്യൂട്ടിൽ എന്തൊക്കെയുണ്ട്? ഒരു സീരീസ് റെസിസ്റ്റൻസ് ഉണ്ട് ഇൻപുട്ടിൽ RS. ഇവിടെ ഒരു സെനർ ഡയോഡ് ഉണ്ട്. ഔട്ട്പുട്ടിൽ ഒരു ലോഡ് റെസിസ്റ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നോക്കുക, ഇൻപുട്ട് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഈ സീരീസ് റെസിസ്റ്റർ വഴി ഈ സർക്യൂട്ടിലേക്ക് ഒരു കറണ്ട് ഫ്ലോ ഉണ്ടാകും. ആ കറണ്ടിനെ നമ്മൾ IS എന്ന് ഡിനോട്ട് ചെയ്യുന്നു. ഈ കറണ്ട് ഈ പാത്ത് വഴിയും പോവും, അതുപോലെ തന്നെ ഈ പാത്ത് വഴിയും പോവും. അപ്പൊ നമുക്ക് IZ കറണ്ട് ത്രൂ സെനർ ആൻഡ് IL ഇസ് ദ കറണ്ട് ത്രൂ ലോഡ് റെസിസ്റ്റർ. അപ്പൊ നമുക്ക് ഇവിടെ ഒരു KCL, കിർച്ചോഫ്സ് കറണ്ട് ലോ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കറണ്ട് എൻറ്ററിങ് ഷുഡ് ബി ഈക്വൽ ടു കറണ്ട് ലീവിങ്. IS is equal to IZ plus IL. നമുക്ക് അങ്ങനെ ഒരു ഇക്വേഷൻ ഈ സർക്യൂട്ടിൽ എഴുതാൻ പറ്റുന്നുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഇക്വേഷൻ വെച്ചാണ് നമ്മൾ ഇതിന്റെ എക്സ്പ്ലനേഷൻ പറയാൻ പോകുന്നത്. എങ്ങനെയാണ് ഈ സർക്യൂട്ടിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് കോൺസ്റ്റന്റ് ആയിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഞാൻ ഇവിടെ പറഞ്ഞ സെയിം ഇത് തന്നെ. എ സെനർ ഡയോഡ് ഇസ് ഓൾവേസ് ഓപ്പറേറ്റഡ് ഇൻ ഇറ്റ്സ് റിവേഴ്സ് ബയാസ്ഡ് കണ്ടീഷൻ. റെഗുലേറ്ററിൽ നമ്മൾ റിവേഴ്സ് ബയാസ് കണ്ടീഷനിലാണ് അത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ നോക്കുക, ഈ ഡയോഡ് എങ്ങനെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്? ഇതിന്റെ ആനോഡ് പോസിറ്റീവിലേക്ക് വരുന്ന കണക്ക്, കാഥോഡ് പോസിറ്റീവിലേക്ക് വരുന്ന കണക്കും ഇതിന്റെ ആനോഡ് സപ്ലൈയുടെ നെഗറ്റീവ് പാർട്ടിലേക്കുമാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. സോ ഇത് റിവേഴ്സ് ബയാസ്ഡ് കണ്ടീഷനിൽ, എപ്പോഴും വോൾട്ടേജ് റെഗുലേറ്ററിൽ സെനർ ഡയോഡ് റിവേഴ്സ് ബയാസ് കണ്ടീഷനിലായിരിക്കണം വർക്ക് ചെയ്യുന്നത്. As such, a simple voltage regulator circuit can be designed using a Zener diode to maintain a constant DC output voltage
across the load in spite of variations in the input voltage or changes in the load current. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇൻപുട്ട് വോൾട്ടേജ് ചേഞ്ച് ചെയ്താലോ ഔട്ട്പുട്ട് ലോഡ് കറണ്ട് ചേഞ്ച് ചെയ്താലോ നമുക്ക് ഔട്ട്പുട്ട് ഡി സി വോൾട്ടേജ് കോൺസ്റ്റന്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. ഇവിടെ KCL വെച്ച് ഞാൻ ആ ഇക്വേഷൻ എഴുതിയിട്ടുണ്ട്. IS is equal to IZ plus IL. ഇനി നമുക്ക് ആ സർക്യൂട്ടിലോട്ട് പോവാം. സപ്പോസ് ഇൻപുട്ട് വോൾട്ടേജ്, ആദ്യത്തെ കേസ് ഞാൻ എടുക്കുന്നത് ഇൻപുട്ട് വോൾട്ടേജ് വേരി ചെയ്യുന്നു. സപ്പോസ് ഇൻപുട്ട് വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുന്നു, Vin ഇൻക്രീസ് ചെയ്തു. Vin ഇൻക്രീസ് ചെയ്താൽ നമുക്കറിയാം ഈ സർക്യൂട്ടിലൂടെയുള്ള കറണ്ട് ഫ്ലോ കൂടുന്നു. IS ഇൻക്രീസ് ചെയ്യുന്നു. IS ഇൻക്രീസ് ചെയ്താൽ IZ ഇൻക്രീസ് ചെയ്തിട്ട് IL കോൺസ്റ്റന്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നു. അപ്പൊ IZ കൂടിക്കഴിഞ്ഞാലും ഔട്ട്പുട്ട് വോൾട്ടേജ് കോൺസ്റ്റന്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നു. സെയിം വേ സപ്പോസ് ഇൻപുട്ട് വോൾട്ടേജ് ഡിക്രീസ് ചെയ്യുന്നു, റെഡ്യൂസ് ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ IS ഇൻപുട്ട് കറണ്ട് റെഡ്യൂസ് ചെയ്യുന്നു. ഇൻപുട്ട് കറണ്ട് കുറഞ്ഞു കഴിഞ്ഞാൽ IZ കുറഞ്ഞിട്ട് IL കോൺസ്റ്റന്റ് ആക്കി വെക്കുന്നു. എന്തുകൊണ്ടാണ്? IS നമുക്കറിയാം IS is equal to IZ plus IL ആണ്. ആ ഇക്വേഷനിൽ മാറ്റമില്ല. ഇവിടെ ഇൻപുട്ട് കറണ്ട് കൂടിയാൽ സെനറിൽ കൂടെയുള്ള കറണ്ട് കൂടുന്നു, ഇൻപുട്ട് കറണ്ട് കുറഞ്ഞാൽ സെനറിൽ കൂടെയുള്ള കറണ്ട് കുറയുന്നു. സച്ച് ദാറ്റ് ഔട്ട്പുട്ട് കറണ്ട് അല്ലെങ്കിൽ കറണ്ട് ത്രൂ ദ ലോഡ് റെസിസ്റ്റർ ഈസ് മെയിൻറ്റെയിൻഡ് കോൺസ്റ്റന്റ് സോ ദാറ്റ് ഔട്ട്പുട്ട് വോൾട്ടേജ് ഇസ് കോൺസ്റ്റന്റ്. ഇനി എങ്ങനെയാണ് ഈ സെനറിന് ഈ വോൾട്ടേജ്, ഈ സെനറിന് അക്രോസ് ഉള്ള കറണ്ട് കൂടിയാലും കുറഞ്ഞാലും ഔട്ട്പുട്ട് വോൾട്ടേജ് കോൺസ്റ്റന്റ് ആവുന്നത്? ഈ ഫിഗർ നോക്കുക. സെനറിൽ കൂടെയുള്ള കറണ്ട് കൂടിയാലും കുറഞ്ഞാലും, ഈ റീജിയനിൽ കറണ്ട് കൂടിയാലും കുറഞ്ഞാലും ഔട്ട്പുട്ട് വോൾട്ടേജ് എത്രയാണ്? VZ. സെനറിന് അക്രോസ് ഉള്ള വോൾട്ടേജ് കോൺസ്റ്റന്റ് ആയിട്ട് അതിന് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് സെനറിന്റെ ഒരു പ്രോപ്പർട്ടിയാണ്. നൗ നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ലോഡ് റെസിസ്റ്ററിലുള്ള വേരിയേഷൻ. സപ്പോസ് ഈ ലോഡ് റെസിസ്റ്റർ വേരി ചെയ്യുന്നു, ലോഡ് റെസിസ്റ്റർ കുറഞ്ഞു, അതായത് റെസിസ്റ്റൻസ് വാല്യൂ RL ഡിക്രീസ് ചെയ്യുന്നു. RL ഡിക്രീസ് ചെയ്തു കഴിഞ്ഞാൽ ത്രൂ ദ RL റെസിസ്റ്റർ കറണ്ട് ഫ്ലോ ചെയ്യുന്ന ഏതാണ്? IL. RL കുറഞ്ഞാൽ ലോഡ് റെസിസ്റ്റൻസിൽ കൂടെയുള്ള കറണ്ട് കൂടുന്നു. IL കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ലോഡ് റെസിസ്റ്ററിൽ കൂടെയുള്ള കറണ്ട് കൂടുന്നു, കൂടാനുള്ള ഒരു ടെൻഡൻസിയാണ്. അപ്പൊ IL കൂടുമ്പോൾ IZ കുറയുന്നു, കുറച്ചിട്ട് IS എന്നുള്ളത് കോൺസ്റ്റന്റ് ആക്കി മെയിൻറ്റെയിൻ ചെയ്യുന്നു. എന്തുകൊണ്ടാണ്? IS is equal to IZ plus IL ആണ്. അപ്പോൾ IL കൂടെയുള്ള കറണ്ട് കൂടിക്കഴിഞ്ഞാൽ, അതായത് ലോഡ് റെസിസ്റ്ററിൽ കൂടെയുള്ള കറണ്ട് കൂടിക്കഴിഞ്ഞാൽ IZ കുറയ്ക്കുന്നു, IS കോൺസ്റ്റന്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നു. സെയിം വേ സപ്പോസ് ലോഡ് റെസിസ്റ്റർ ഇൻക്രീസ് ചെയ്യുന്നു, RL ഇൻക്രീസ് ആയാൽ IL കുറയും, അപ്പോൾ IZ കൂടുന്നു, ഈ കറണ്ട് കൂടുന്നു. സോ ദാറ്റ് IS is കോൺസ്റ്റന്റ് ആൻഡ് ഔട്ട്പുട്ട് വോൾട്ടേജ് കോൺസ്റ്റന്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നു. ഇതാണ് ഒരു സെനർ ഡയോഡ് യൂസ് ചെയ്തിട്ടുള്ള വോൾട്ടേജ് റെഗുലേറ്റർ സർക്യൂട്ടിന്റെ വർക്കിംഗ്. അപ്പൊ നമുക്ക് വോൾട്ടേജ് റെഗുലേറ്റർ ICs അവൈലബിൾ ആണ്. ഞാൻ പറഞ്ഞു 2 ICs നമുക്ക് പഠിക്കാനുണ്ട്. 7805 ആൻഡ് 7905 ആണ് പഠിക്കാനുള്ളത്. അപ്പൊ ഇത് അതിന്റെ പിൻ ഔട്ട് ആണ്. 7805 ICക്ക് 3 ടെർമിനൽസ് ഉണ്ട്, ഇൻപുട്ട്, കോമൺ ആൻഡ് ഔട്ട്പുട്ട്. 7905ന് ഇൻപുട്ട്, കോമൺ, ഇൻപുട്ട്, ഔട്ട്പുട്ട്. ആ ടെർമിനൽസ് ഇൻപുട്ടും കോമണും ഔട്ട്പുട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വന്നിട്ടുണ്ടെന്നേ ഉള്ളൂ. 3 ടെർമിനൽസ് തന്നെയാണ് 2 വോൾട്ടേജ് റെഗുലേറ്റർ ICക്കും അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പൊ വോൾട്ടേജ് റെഗുലേറ്റർ IC 7805, അതായത് വോൾട്ടേജ് റെഗുലേറ്റർ IC എന്ന് പറഞ്ഞാൽ ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട് ആയിട്ട് നമുക്ക് ഡയറക്റ്റ് വോൾട്ടേജ് റെഗുലേറ്റർ IC അവൈലബിൾ ആണ്. അതിന്റെ ഒരു പർട്ടിക്കുലർ നമ്പർ ആണ് നമ്മൾ 7805 എന്ന് പറയുന്നത്. ഇത് ഒരു 78XX സീരീസ് ഓഫ് ഫിക്സ്ഡ് ലീനിയർ വോൾട്ടേജ് റെഗുലേറ്റർ ICയുടെ ഫാമിലിയിൽ പെടുന്ന മെമ്പർ ആണ്. ഈ 2 നമ്പറിനും ഒരു സിഗ്നിഫിക്കൻസ് ഉണ്ട്. 7805, ഈ 78 ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഇത് പോസിറ്റീവ് വോൾട്ടേജ് ആണ് റെഗുലേറ്റഡ് ആയിട്ട് നമുക്ക് കിട്ടുന്നത്. ഇനി 05 ഇൻഡിക്കേറ്റ് ചെയ്യുന്ന എത്ര വോൾട്ടേജ് ആണ് നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുന്നത് എന്നുള്ളതാണ്. So 7805 will give a +5 volt regulated ആയിട്ടുള്ള DC.
ഇനി ഇതുപോലെ തന്നെ 7805, 7806, 7808, 7809, 7812, 7815, 1824 ഇങ്ങനെ ഒരു സീരീസ് ഓഫ് ICs അവൈലബിൾ ആണ്. ഓരോ ICയും ഇത് +5 വോൾട്ട് തരുന്നു, ഇത് +6 തരുന്നു, ഇത് +8 തരുന്നു, ഇത് +9 തരുന്നു, ഇത് 12 വോൾട്ട്, ഇത് 15 വോൾട്ട്, 18 വോൾട്ട് ആൻഡ് 24 വോൾട്ട് റെസ്പെക്റ്റീവ്ലി. ഇനി 79 സീരീസ് ആണെങ്കിൽ 79 നെഗറ്റീവ് വോൾട്ടേജ് റെഗുലേഷൻ ആണ് നമുക്ക് തരുന്നത്. ഈ 05 ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് -5 വോൾട്ട് ആണ് ഈ ICയുടെ ഔട്ട്പുട്ട്. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. The name 7905 signifies two meaning. 79 means it is a negative voltage regulator and 05 means it provides 5 volt as output. അപ്പോൾ നമുക്ക് ഇവിടെ -5 ആണ് ഔട്ട്പുട്ട് കിട്ടുന്നത്. ഇനി ഈ കറസ്പോണ്ടിങ് ആയിട്ട് 7805 നമ്മൾ സർക്യൂട്ടിൽ കണക്ട് ചെയ്യുമ്പോൾ ഇൻപുട്ടിലും ഔട്ട്പുട്ടിലും ഓരോ കപ്പാസിറ്റേഴ്സ് കണക്ട് ചെയ്തിട്ടുണ്ട്. അത് പ്രത്യേകിച്ച് ആ കപ്പാസിറ്ററിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും റിപ്പിൾസ് ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ഫിൽറ്റേർഡ് ഔട്ട്പുട്ട് ഒന്നും കൂടെ സ്മൂത്ത് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കപ്പാസിറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ സർക്യൂട്ടിൽ ICs വോൾട്ടേജ് റെഗുലേറ്റർ IC യൂസ് ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടെ ചീപ്പാണ്, ഈസിലി അത് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഈ വോൾട്ടേജ് റെഗുലേറ്റർ ICs യൂസ് ചെയ്യാൻ പറ്റും. വോൾട്ടേജ് റെഗുലേറ്റർ നമുക്ക് സെനർ ഡയോഡ് വെച്ചും കൺസ്ട്രക്ട് ചെയ്യാം, അതുപോലെ തന്നെ ICs അവൈലബിൾ ആണ്. അപ്പോൾ 7905 ആണെങ്കിൽ സെയിം ഇതുപോലെ തന്നെ ഇൻപുട്ടിലും ഔട്ട്പുട്ടിലും ഓരോ കപ്പാസിറ്റേഴ്സ് കണക്ട് ചെയ്തിട്ടുണ്ട്, കുറച്ചും കൂടെ സ്മൂത്ത് ആയിട്ട് നമുക്ക് ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത ടോപ്പിക്ക് വോൾട്ടേജ് റെഗുലേറ്റർ ആയിരുന്നു. വോൾട്ടേജ് റെഗുലേറ്റർ സെനർ ഡയോഡ് യൂസ് ചെയ്ത് നമ്മൾ എങ്ങനെയാണ് സർക്യൂട്ട് കൺസ്ട്രക്ട് ചെയ്യുന്നത്, അതുപോലെ തന്നെ വോൾട്ടേജ് റെഗുലേറ്റർ ICയും. അപ്പോൾ ഇത്രയും വെച്ച് നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങൾ നോക്കുവാണെങ്കിൽ നമ്മളൊരു DC പവർ സപ്ലൈയുടെ ഡിഫറെൻറ്റ് ബ്ലോക്സ് ആണ് ഇതുവരെ പഠിച്ചു വന്നത്. അതായത് ഒരു AC സിഗ്നലിനെ എങ്ങനെ ഒരു പ്യുവർ DC സിഗ്നലായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും, അതിൻ്റെ ഡിഫറെൻറ്റ് സ്റ്റേജസ് ആണ് നമ്മൾ പഠിച്ചത്. ആദ്യം AC ലൈനിൽ നിന്ന് കിട്ടുന്നത് ട്രാൻസ്ഫോമർ വഴി സ്റ്റെപ്പ് ഡൗൺ ചെയ്ത് റെക്ടിഫയർ യൂസ് ചെയ്ത് റെക്ടിഫിക്കേഷൻ നമ്മൾ ഡിഫറെൻറ്റ് റെക്ടിഫയർ സർക്യൂട്ട്സ് പഠിച്ചു. റെക്ടിഫയർ എന്താണ് ചെയ്യുന്നത്? എയിം ഓഫ് റെക്ടിഫിക്കേഷൻ ഇസ് ടു കൺവേർട്ട് AC സിഗ്നൽ ടു എ DC സിഗ്നൽ, ബട്ട് വി ഗെറ്റ് പൾസേറ്റിംഗ് DC അറ്റ് ദ ഔട്ട്പുട്ട് ഓഫ് എ റെക്ടിഫയർ. ഡിഫറെൻറ്റ് റെക്ടിഫയർ സർക്യൂട്ട്സ് പഠിച്ചു. ഹാഫ് വേവ് റെക്ടിഫയർ, ഫുൾ വേവ് റെക്ടിഫയർ. ഫുൾ വേവ് റെക്ടിഫയറിൽ തന്നെ 2 ടൈപ്പ് പഠിച്ചിട്ടുണ്ട്, സെൻറ്റർ ടാപ്പ് ഫുൾ വേവ് റെക്ടിഫയർ ആൻഡ് ബ്രിഡ്ജ് റെക്ടിഫയർ. ഇനി റെക്ടിഫൈഡ് ഔട്ട്പുട്ട് പൾസേറ്റിംഗ് DC ആയതുകൊണ്ട് ഇതിനകത്തുള്ള റിപ്പിൾസ് റിമൂവ് ചെയ്യാൻ വേണ്ടി വി സ്റ്റഡീഡ് ഫിൽറ്റർ സർക്യൂട്ട്സ്. ഏതൊക്കെയാണ് ഫിൽറ്റർ സർക്യൂട്ട്സ്? എന്തൊക്കെ വെച്ചിട്ടാണ്? പാസീവ് കമ്പോണൻസ്, ഇൻഡക്ടർ ആൻഡ് കപ്പാസിറ്റർ യൂസ് ചെയ്തിട്ട് നമ്മൾ ഫിൽറ്റേഴ്സ് ഡിസൈൻ ചെയ്തു. ഏതൊക്കെയാണ് നമ്മൾ സ്റ്റഡി ചെയ്ത ഡിഫറെൻറ്റ് ഫിൽറ്റർ സർക്യൂട്ട്സ്? ഇൻഡക്ടർ ഫിൽറ്റർ അല്ലെങ്കിൽ ചോക്ക് ഫിൽറ്റർ, ഷണ്ട് കപ്പാസിറ്റർ ഫിൽറ്റർ, അതുപോലെ തന്നെ LC ഫിൽറ്റർ അവൈലബിൾ ആണ്. പക്ഷെ നമ്മൾ CLC ഫിൽറ്റർ അല്ലെങ്കിൽ പൈ ഫിൽറ്റർ ആണ് ഡിസ്കസ് ചെയ്തത്. സിലബസിൽ ഈ 3 ഫിൽറ്റേഴ്സ് ആണ് പഠിക്കാനുണ്ടായിരുന്നത്. അപ്പോൾ ഓരോ ഫിൽറ്റർ സർക്യൂട്ട് യൂസ് ചെയ്താലും കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഈ റിപ്പിൾസ് ഒക്കെ റിമൂവ് ചെയ്ത് ഒരു സ്മൂത്ത് ആയിട്ടുള്ള DC സിഗ്നൽ കിട്ടുന്നു. ഇനി നമ്മൾ ലാസ്റ്റ് റെഗുലേറ്റർ ഡിസൈൻ ചെയ്തു. റെഗുലേറ്റർ സർക്യൂട്ട് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? വോൾട്ടേജ് റെഗുലേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ റെഗുലേറ്റർ യൂസ് ചെയ്യുന്നത്. ഇൻപുട്ടിൽ ഉള്ള വോൾട്ടേജ് ചേഞ്ചസോ ഔട്ട്പുട്ടിലുള്ള ലോഡ് ചേഞ്ചസോ വഴി ഉണ്ടാകാവുന്ന ഔട്ട്പുട്ടിൽ വരുന്ന ചേഞ്ച് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി, ഒരു കോൺസ്റ്റന്റ് DC ഔട്ട്പുട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ റെഗുലേറ്റർ, വോൾട്ടേജ് റെഗുലേറ്റർ യൂസ് ചെയ്യുന്നു. അപ്പോൾ ഇതാണ് ഒരു DC പവർ സപ്ലൈയുടെ ഡിഫറെൻറ്റ് ബ്ലോക്സ്. അപ്പോൾ നമ്മൾ ഇതെല്ലാമാണ് ഈ ഫസ്റ്റ് മോഡ്യൂളിൽ ഇപ്പോൾ പഠിച്ചു വന്നത്. റെക്ടിഫയർ ഫോളോഡ് ബൈ ഫിൽറ്റർ ആൻഡ് ദെൻ വോൾട്ടേജ് റെഗുലേറ്റർ. അപ്പോൾ വോൾട്ടേജ് റെഗുലേറ്റർ സർക്യൂട്ട് സെനർ ഡയോഡ് യൂസ് ചെയ്ത് നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ വോൾട്ടേജ് റെഗുലേറ്റർ IC, 2 IC 7805 ആൻഡ് 7905. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ അടുത്ത ക്ലിപ്പിംഗ് സർക്യൂട്ട്സിലോട്ട് പോവാം. ഓക്കെ, താങ്ക് യു.